ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവവചനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും എന്നതിനെ കുറിച്ചാണ്. എല്ലാ ദിവസവും വചനം വായിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനോ അതിനെക്കുറിച്ച് ധ്യാനിക്കാനോ ഒന്നും ഞാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. ആദ്യമൊന്നും 2-3 മാസങ്ങൾക്ക് മുൻപാണ് എനിക്കൊരു സർജറി ആവശ്യമായിട്ട് വന്നത്. ആ സർജറിക്ക് മുൻപ് അതുപോലെ തന്നെ അതിന് ശേഷം സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും ഒക്കെ കുറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. അങ്ങനെ നമുക്കൊരു സഹനം വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് നമ്മൾ അടുക്കാനായിട്ട് ഇടവരണേ. അതുപോലെ തന്നെയാണ് ഞാനും. എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കൂടി കൂടി വന്നപ്പോൾ ഞാൻ കൂടുതലായിട്ട് വചനം യൂട്യൂബ് ചാനലുകളിലൂടെ വചനങ്ങൾ കേൾക്കാനും ആ വചനങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അതിലൂടെ മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കാനൊക്കെ തുടങ്ങിയത്. അതില് യൂട്യൂബ് ചാനലില് നമ്മുടെ സ്റ്റാർസിൻ അച്ഛൻ്റെ ചാനലായ മീവൽ എന്ന ചാനലില് അച്ഛൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അങ്ങനെ ആ വചനം ഇതായിരുന്നു: യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 41-42 തിരുവചനങ്ങളില്, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം. അതൊരു നിയോഗം സാധിച്ചു കിട്ടിയതായിട്ട് അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ ഞാനും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ 1000 വചനം എഴുതാം, എൻ്റെ ഒരു നിയോഗം സമർപ്പിച്ച്. അതുപോലെ ഞാനും വേഗം ബുക്കൊക്കെ എടുത്ത് വചനം എഴുതാനായിട്ട് ആരംഭിച്ചു. വചനം എഴുതി ഒരു 650 ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച എൻ്റെ നിയോഗം, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു നിയോഗം തന്നെയായിരുന്നു. ഒരാളോട് ഞങ്ങള് സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു സർജറിക്ക് മുൻപ്. ആള് 2-3 പ്രാവശ്യം ഞങ്ങളോട് തരാന്ന് പറഞ്ഞിട്ട് തന്നൊന്നുമില്ല. പിന്നെ ഞങ്ങള് ആളായിട്ട് കോണ്ടാക്ട് ചെയ്തില്ല. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് സർജറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. കൊച്ചിനെ സ്കൂൾ തുറക്കുന്ന സമയമായപ്പോഴായാലും ഞങ്ങൾക്ക് ഒന്നും വാങ്ങാനോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും വിഷമത്തിലൂടെ കടന്നു പോയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വചനം എഴുതി 650 വചനമായപ്പോ ആ മുൻപ് ചോദിച്ച ചേട്ടൻ, സർജറിക്ക് മുൻപാണ് ആ ചേട്ടനോട് ഞാൻ പൈസ ചോദിച്ചത്. ഞാനല്ല, എൻ്റെ ചേട്ടനാണ് ചോദിച്ചത്. ആ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്കിപ്പോ പൈസ ആവശ്യമുണ്ടോ, ഞാൻ തരണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയും ചേട്ടനെ ആ പൈസ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. എനിക്കത് വലിയൊരു ചേട്ടനെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണുകൾ നിറയും. എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിട്ട്. ഒരു വചനം എഴുതിയാൽ നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. സത്യത്തില് ദൈവവചനത്തിന് ഇത്രയും ആഴമായിട്ട് സ്നേഹിക്കാനും അതിലൂടെ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് എനിക്ക് ആ വചനം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ വിശുദ്ധ ബൈബിളിൽ എഴുതിക്കുന്ന ഓരോ വചനവും നമുക്ക് അനുഗ്രഹമാകാനായിട്ട് സാധിക്കും. നമ്മുടെ ഏത് നിയോഗമാണെങ്കിലും നമുക്കത് സാധിച്ചു കിട്ടും. നമ്മൾ വിശ്വാസത്തോടെ ആ വചനങ്ങള് നമ്മൾ കൂടുതലായിട്ട് ആവർത്തിച്ച് പറയുകയോ അല്ലെങ്കിൽ അത് എഴുതുകയോ ചെയ്ത് അതിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ കൂടുതലായിട്ട് വാങ്ങാനും ഈശോയിലേക്ക് കൂടുതലായിട്ട് അടുത്ത് നമുക്ക് വചനത്തെ കൂടുതൽ പഠിക്കാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കും. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് കൂടെ ഉണ്ടാകും. നിങ്ങളും ഇതുപോലെ തന്നെ വചനത്തെ കൂടുതലായിട്ട് ആഴത്തിൽ മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങളിലും നിങ്ങളുടെ മറ്റ് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വചനത്തെ കൂടെ മുറുകെ പിടിച്ച് ആ വചനം കൂടുതലായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആ നിയോഗങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. വചനം നിയോഗം വെച്ച് നമ്മൾ എഴുതാനായിട്ട് ആരംഭിക്കുമ്പോൾ അതിന് മുൻപായിട്ട് നന്നായി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെയൊക്കെ പങ്കെടുക്കാനായിട്ട് പരമാവധി നോക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കൂടുതലായിട്ട് വചനങ്ങൾ എഴുതാൻ ആരംഭിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കും. നമുക്ക് എന്ത് പ്രതിസന്ധി വരുമ്പോഴും, നമുക്ക് വിഷമമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മളത് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ ഈശോയോട് ആ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അതിന് ഈ വിശുദ്ധ വചനങ്ങളും നമ്മൾക്ക് അനുഗ്രഹമായിട്ട് മാറും. ഈ വചനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും വചനം വായിക്കുകയും അതുപോലെ തന്നെ മുടങ്ങാതെ വിശുദ്ധ കുർബാന പങ്കെടുക്കുക, ജപമാലകൾ ചൊല്ലുക, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതലായിട്ട് ഈശോയിലേക്ക് അടുക്കാനായിട്ട് സാധിക്കും.
ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഈ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ രൂപം, ഈ മാതാവിന്റെ രൂപം വന്നത് പിന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ഇടാനും കൂടുതൽ ആളുകളിലേക്ക് ഈ മാതാവിന്റെ അനുഗ്രഹം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോസൊക്കെ ഇടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് പ്രാർത്ഥന സഹായങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങളത് വിശുദ്ധ കുർബാനയ്ക്കും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയിലും അല്ലാതെ ഞാൻ ഇടനേരങ്ങളിൽ ജപമാല ചൊല്ലുമ്പോഴൊക്കെ അത് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണ് കടന്നു വന്നത് എന്നും ആ മാതാവിന്റെ രൂപം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നപ്പോഴുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവെക്കുന്നതായിരിക്കും. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.